നമസ്കാരം എൻ്റെ എല്ലാ കുട്ടികൾക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ ഒക്ടോബർ 3-ാം തീയതി വളരെ 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 സവിശേഷതകളായ എന്നെ സംബന്ധിച്ച് വളരെ നിങ്ങളൊരു ലൈവ് ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു. നമുക്കന്ന് കുറേ പേര് പങ്കെടുത്തു, ഒരുപാട് പേര് പങ്കെടുത്തു. ഒരു വലിയ കുഴപ്പമില്ലാത്ത, ഞാൻ ഗംഭീരമൊന്നും ഞാൻ പറയാൻ പാടില്ല, അത്യാവശ്യം നോർമലായിട്ടൊരു സാധാരണ അധ്യാപകൻ മാഷ് നിങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇൻട്രാക്ഷൻ ആയിരുന്നു. ഒരുപാട് പേര് അത് മെസ്സേജുകളൊക്കെ അയച്ചു. അന്നേരം ഒരുപാട് സന്തോഷം. ലൈവ് ഇൻട്രാക്ഷൻ വന്നവർക്കെല്ലാം ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങുകയാണ്. അന്ന് കുറേ ഗീവ് അവേയും സർപ്രൈസിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു. കാണാത്തവർ അത് റെക്കോർഡഡ് ആണ് ഓൾറെഡി, അത് നിങ്ങൾക്ക് കാണാം. അത് മാത്രമല്ല, അന്ന് ഗീവ് അവേ 225 പേർക്കാണ് ഗീവ് അവേ എന്ന് പറയുന്ന വാക്ക് തന്നെ ഞാൻ യൂട്യൂബിൽ വന്നതിന് ശേഷമാണ് സത്യസന്ധമായിട്ട് ഞാൻ അറിയുന്നത്. കാരണം ഗീവ് അവേ എന്ന് പറയുന്നത് ഒരു ഗിഫ്റ്റ് പോലെ യൂട്യൂബിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നോട്ട് കൊടുക്കുന്ന ഒരു കാര്യമാണെന്ന് അറിയുന്നത് ആണ്. എനിക്കൊരു സ്പോൺസറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആരും തന്നെ ഇല്ല. ഇപ്പം ഞാൻ നിങ്ങൾക്ക് 225 പേർക്ക് ഞാനൊരു ഗിഫ്റ്റ് തരുമെന്ന് പറഞ്ഞപ്പോൾ, അത് ഗിവ് അവേ തരും എന്ന് പറയുമ്പം അത് സ്വാഭാവികമായിട്ടും ഒരു സാധാരണ മാഷാണ് ഞാൻ. അന്നേരം എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് തരാനുള്ള കാരണം വേറൊന്നും കൊണ്ടല്ല, അതൊരു മോട്ടിവേഷൻ അറിയണം നിങ്ങൾക്ക്, കുട്ടികൾക്കാണ്, നിങ്ങൾക്കാണ്. പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞ ശേഷം ഇത്ര മാർക്ക് കിട്ടുന്ന ഓരോ ക്രൈറ്റീരിയ അനുസരിച്ച് 225 പേരെ നമ്മൾ സെലക്ട് ചെയ്യുന്നതും നിങ്ങൾ ലൈവിൽ ഒന്ന് തന്നെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. അന്നേരം അത് നിങ്ങൾക്കുള്ളൊരു പ്രചോദനമാകണം. നിങ്ങൾ മാർക്ക് മേടിച്ചിരിക്കണം. ഉറപ്പായിട്ട് എല്ലാവരും മാർക്ക് മേടിക്കുമെന്ന് ഞാൻ ഇപ്പോഴും 100% വിശ്വസിക്കുന്നു. കാരണം നിങ്ങൾക്കുള്ള അതിനുള്ള ആവേശമുണ്ട്. വീഡിയോസ് എല്ലാം കാണണം, അതാണ് നിർബന്ധമാണ്. വീഡിയോസ് എല്ലാം കാണണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കണം, നന്നായിട്ട് പഠിക്കണം. ഒരു ഇഞ്ച് പോലും നമ്മൾ പുറകോട്ട് വലിയാൻ പാടില്ല. അന്നേരം എല്ലാം നമ്മൾ വളരെ പ്ലീസിങ് ആയിട്ട് നമുക്ക് പഠിച്ച് തീർക്കണം. ടൈം ടേബിളും ഒക്കെ ഒരുപാട് പേര് അന്ന് ലൈവിൽ ചോദിച്ചു. ടൈം ടേബിൾ പെട്ടെന്ന് പറയാൻ നമുക്ക് ലൈവിൽ പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ കൂടി ഞാൻ ടൈം ടേബിൾ ഒരു ചെറിയൊരു കാര്യം പറയാം. ഇപ്പം എൻ്റെ ഓൺലൈനിലെ പ്ലസ് ടു കുട്ടികൾക്കെല്ലാം ഞാനൊരു ഡെയിലി അല്ല, ഞായറാഴ്ച എല്ലാ സൺഡേസിലും ഒരു ഇൻട്രാക്ഷൻ സെക്ഷൻ ഉണ്ട്. എങ്ങനെയൊക്കെ നമുക്ക് ഒരു ആഴ്ചത്തെ ഡിസ്കഷൻ, ടൈം ടേബിൾ എങ്ങനെയൊക്കെ പഠിക്കാൻ, ടിപ്സ് ട്രിക്സ് ഒക്കെ പറയുന്നുണ്ട്. നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾക്ക് വളരെ കാര്യമായിട്ട് ഇന്ന് മുതൽ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യം, നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ, ഫിസിക്സിന്റെ ഒരു ചാപ്റ്റർ, സ്കൂളിൽ നിന്ന് ഒരുപാട് വർക്കുകളുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ പബ്ലിക് എക്സാമിന്റെ റിസൾട്ട്, പ്ലസ് വണ്ണിന്റെ ഇംപ്രൂവ്മെന്റ് പബ്ലിക് എക്സാം റിസൾട്ട് വന്നു കഴിയുമ്പം ഒരു ടീച്ചർമാരും ചോദിക്കത്തില്ല നിങ്ങൾ എന്ത് ചെയ്തു, ഈ സമയം നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു, ഞാൻ എൻ്റെ ഹോംവർക്ക് എല്ലാം ചെയ്തത്, ഒന്നും ചോദിക്കത്തില്ല. നിങ്ങളുടെ മാർക്കാണ്, നമുക്കാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടുതൽ. നിങ്ങളാണ് അതിൻ്റെ സമയം കണ്ടെത്തേണ്ടത്, നിങ്ങളാണ്. ഞാൻ ഈ പറയുന്നതെല്ലാം വളരെ കാര്യഗൗരവമായിട്ട് നിങ്ങൾ എടുക്കണം. കാരണം എല്ലാ വർഷം പഠിപ്പിക്കുമ്പോഴും ഞാൻ എല്ലാ കുട്ടികളോടും തന്നെ പറയും, നമ്മൾ മാർക്ക് മേടിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്, നിങ്ങളുടെ ചുമതലയാണ്. അന്നേരം നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യുക, ഈ പറയുന്ന ഒരു കാര്യം ചെയ്യുക. നിങ്ങൾ ഒരു ദിവസം ഫിസിക്സിന്റെ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, ഉദാഹരണം ഞാൻ ഒരു എക്സാമ്പിൾ, ഒരു മോഷൻ എ പ്ലെയിൻ അങ്ങോട്ട് എടുത്തിട്ട് അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്നല്ല, അത് ആദ്യം മുതൽ അവസാനം വരെയുള്ള ടോപ്പിക്സ് പഠിക്കുകയും അതിൻ്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ചെയ്യുകയും അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പറയുകയും ഇതെല്ലാം ഞാൻ ചെയ്യിപ്പിക്കുകയും ചെയ്യും അഡീഷണൽ ആയിട്ട്. എന്നാൽ ഇതെല്ലാം നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഒരു ചാപ്റ്റർ. നിങ്ങൾക്ക് മനസ്സുകൊണ്ട് തൃപ്തി വരുന്നവരെ കംപ്ലീറ്റ് ചെയ്യണം, അത്രയും പഠിക്കണം. അങ്ങനെ പഠിച്ച് പഠിച്ച് വൃത്തിയായിട്ട് വെക്കുമ്പോൾ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ്. ആ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ ഉറപ്പായിട്ടും പെർഫെക്റ്റ് ആയിട്ടിരിക്കണം. ഓരോ ദിവസം ഞാൻ ഒരു ടിപ്സ് പറയാം. ഇപ്പം നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് പറ്റണം. ഇപ്പം നമ്മൾ 9 യൂണിറ്റ് ഇന്ന് തീരുകയാണ്, അടുത്ത ദിവസം മുതൽ 10ാമത്തെ യൂണിറ്റ് ആണ്. പിന്നെ 10ാമത്തെ യൂണിറ്റ് കഴിഞ്ഞാൽ 2 യൂണിറ്റ് കൂടെ ഉള്ളൂ. അതാണ് നിങ്ങൾ ഇത്രയും പഠിക്കാൻ എന്തായാലും ഉണ്ട്. എന്തായാലും നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാം. ഇത് ഒരു ടിപ്പാണ്. ഒരു ദിവസം ഒരു ചാപ്റ്റർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഫിസിക്സ് നിങ്ങൾ അതിനെ പറയും 3 വിഷയങ്ങളില്ലേ, അതൊക്കെ ഉണ്ട്. നമുക്കാണ് പറ്റുന്നത്. 24 മണിക്കൂറിൽ ഇത്ര സമയം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റണം. ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുക. അതായിരുന്നു ഗീവ് അവേയിൽ 225 പേർക്ക് ഉറപ്പായിട്ടും. ഇംഗ്ലീഷ് സാറ് വാക്ക് പറഞ്ഞ വാക്കാണ്, ആ വാക്ക് മാറ്റത്തില്ല. കാഞ്ചനമാല മൊയ്തീൻ കൊടുത്താൽ മൊയ്തീൻ കാഞ്ചനമാലയ്ക്ക് കൊടുത്ത വാക്കിനെക്കാട്ടിൽ ഒരു പടി മുന്നിൽ നിൽക്കും ഉറപ്പായിട്ടും. എൻ്റെ പ്ലസ് വണ്ണിലെ ഇമ്പ്രൂവ്മെന്റ് കാണുന്ന കുട്ടികൾക്കെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കുട്ടികളും വീഡിയോ കാണുന്ന കുട്ടികൾക്കെല്ലാം ഉറപ്പായിട്ടും 225 പേർക്ക് ഇമ്പ്രൂവ്മെന്റിന്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഈ ഗീവ് അവേ വളരെ സത്യസന്ധമായ രീതിയിൽ ലൈവിൽ തന്നെ തരും. എനിക്ക് വേറെ രീതികളൊന്നും അറിയത്തില്ല, അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള രീതിയിൽ തരും. അതൊരു കാര്യം. സർപ്രൈസ് എന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല,
ഇന്നത്തെ സ്ഥിതിയിൽ ഇപ്പൊ ഞാൻ ഇന്നലത്തെ ന്യൂസ് കണ്ടപ്പോൾ നമ്മുടെ മനോരമയുടെയും മാതൃഭൂമിയുടെ എല്ലാ പത്രങ്ങളുടെയും ഹെഡിങ്ങിൽ ജൂലൈയിലെ വാക്സിൻ വരത്തുള്ളൂ, 2021 ജൂലൈയിലെ വാക്സിൻ വരുത്തുള്ളൂ. സത്യം പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോയി. കാരണം അടുത്തൊരു വർഷം ജൂലൈ വാക്സിൻ എന്ന് പറയുമ്പോൾ എത്ര പരിമിതമായ വാക്സിനെ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. 25 കോടി 30 കോടി 139 140 കോടിയുള്ള ജനങ്ങളുള്ള ഇന്ത്യയിൽ വളരെ പരിമിതമായ വരുത്തുള്ളൂ. കാരണം അതിന്റെ സിറ്റുവേഷൻ അതായിരിക്കാം. അന്നേരം സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നത് എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കാം വരുന്നത്. അന്നേരം അത് അടുത്ത വർഷം ഏകദേശം ഡിസംബർ വരെയൊക്കെ നീളുവാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം. അതാണ് ഞാൻ അന്ന് ലൈവിനകത്ത് എടുത്തു പറഞ്ഞത്. സർപ്രൈസ് എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ. +2ന്റെ ഇപ്പോഴും +2ന്റെ ഓൺലൈൻ ക്ലാസ്, +1ന്റെ ഓൺലൈൻ ക്ലാസ്, അതിന് നിങ്ങൾക്ക് എനിക്ക് എൻ്റെ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ +2ന്റെ ഇപ്പം ഓൺലൈൻ ക്ലാസ് ഞാൻ പറഞ്ഞില്ല 11 ബാച്ച് ഫുള്ളായി. അവർക്ക് ഞാൻ കൊടുക്കുന്ന എന്തൊക്കെയാണെന്ന് നിങ്ങളോട് ഞാനിപ്പം പറഞ്ഞാൽ, ഒന്ന് ഒരു വർഷത്തെ ഫുള്ള് ക്ലാസ്, അതായത് പരീക്ഷ തീരുന്ന വരെയുള്ള ഫുള്ള് ക്ലാസ് ആഴ്ച 2 ദിവസത്തെ ടൈം ടേബിൾ വെച്ച് ഞാൻ കൊടുക്കാറുണ്ട്. ഒരു ചാപ്റ്റർ നിന്ന് രണ്ടാമത്തെ ചാപ്റ്റർ തീരാറായി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം എന്ന് ചേരുന്നോ അവർക്ക് ഇതുവരെയുള്ള ക്ലാസ്സുകൾ ഫുള്ളും അതുവരെയുള്ള നോട്ട്സ് ഫുള്ളും ഞാൻ കൊടുക്കും. അന്നേരം ഇത് നിങ്ങൾ ഒരിക്കലും ഒരിടത്തും തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു സാധാ ഫീൽ, അത് ഞാൻ ഈ പ്രത്യേകിച്ച് നമ്മുടെ സാധാരണ മനുഷ്യരുൾപ്പെടെ എല്ലാവരും അനുഭവിക്കുന്ന ഒരു കോവിഡിന്റെ സാഹചര്യമാണ്. പിന്നെ നമ്മൾ അതുപോലെ ഞാൻ എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു 1 മണിക്കൂർ ക്ലാസ് എടുക്കുന്നതിൻ്റെ അല്ല, അതിൻ്റെ ബാക്കിയുള്ള സമയം ഒരുപാടുണ്ട്. അന്നേരം അതേയും പിന്നൊരു മിക്കവാറുള്ള ഞായറാഴ്ചകളെല്ലാം സൺഡേസിലെല്ലാം ഒരു ഇൻട്രാക്ഷൻ, അതുവരെ പഠിച്ചതിനെ കുറിച്ചുള്ള ഇൻട്രാക്ഷൻ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്തു. ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുക, ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക പഠിക്കുന്നതിനെ കുറിച്ച്, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സംവിധാനങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളെല്ലാം ഞാൻ +2 ഓൺലൈൻ ഞാൻ കൊടുക്കുന്നുണ്ട്. +1 ഓൺലൈനിൽ കുട്ടികൾ ആയി തുടങ്ങി ഗ്രൂപ്പിലോട്ട്. അന്നേരം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചേരാം. ഏത് സമയത്ത് എന്നെ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ, ഇപ്പം രാവിലെ വിളിച്ച് കിട്ടിയില്ല, 5 മണി മുതൽ നിങ്ങൾക്ക് 10 മണി വരെ വിളിക്കാം. ഏത് ദിവസവും 5 മണി മുതൽ 10 മണി വരെ വിളിക്കാം. എന്നെ രാവിലെ പകൽ എന്നെ വിളിച്ച് കിട്ടുന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ക്ലാസ്സിലായിരിക്കും. അന്നേരം നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ഇട്ടേക്കുക, ചേരാൻ താല്പര്യമുള്ളവർ മെസ്സേജ് ഇട്ടേക്കുക. അതിനുശേഷം ബാക്കിയുള്ള റിപ്ലൈ ഞാൻ തന്നോളാം. എന്നാൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ചെയ്യുക. കാരണം വേറെ ഒന്നുമല്ല, സിറ്റുവേഷൻ വളരെ മോശമായിക്കൊണ്ടിരിക്കുന്നു എഡ്യൂക്കേഷൻ മൊത്തത്തിൽ. കാരണം ഏറ്റവും കൂടുതൽ നിങ്ങൾക്കാണ് +1 +2 കുട്ടികൾ, 10ാം ക്ലാസ് ഒക്കെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്. കാരണം സ്കൂൾ കാണാതെ പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു സ്റ്റേജ്, സ്കൂളിൽ പോയി ഒന്നും പഠിക്കാതെ പരീക്ഷ എഴുതാൻ പോകുന്ന സ്റ്റേജ്. പക്ഷെ അത് നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കുക. നമുക്ക് അത്രയും സമയം നമുക്ക് കിട്ടുന്നുണ്ട്, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഫിസിക്സിന്റെ കാര്യങ്ങളെല്ലാം വാക്ക് തരുന്നു, ഞാൻ നല്ല വൃത്തിയായിട്ട് ചെയ്തു തരും. നിങ്ങൾക്ക് ഓൺലൈൻ ആണെങ്കിൽ ഓൺലൈൻ നിങ്ങൾക്ക് ചേരേണ്ടവർക്കെല്ലാം ചേരാം. ഒക്ടോബർ 31 ഞാൻ ഓഗസ്റ്റ് 31 വരെ ഇതാക്കി, സെപ്റ്റംബർ വരെ ആക്കി. അന്നേരവും വീണ്ടും ഒരുപാട് എൻക്വയറീസും കാര്യങ്ങളും ഒക്കെ വരുന്നതുകൊണ്ട് മാത്രമാണ് വീണ്ടും ഞാനത് ഒക്ടോബർ 31 വരെ ആക്കിയത്. അന്നേരം നിങ്ങൾക്ക് അതിനിടയിൽ വിളിക്കാം. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകളിലേക്ക് കയറുക. 15 ചാപ്റ്റർ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. വളരെ സീരിയസ് ആയിട്ട് പഠിക്കുക. ഇത്രയും സമയം എടുത്ത് ഞാൻ പറഞ്ഞത് വളരെ കാര്യമായ കാര്യങ്ങളാണ്. ഗീവ് അവേ സർപ്രൈസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഗ്രാവിറ്റേഷന്റെ ഇന്നത്തെ കൊണ്ട് നമ്മൾ ഗ്രാവിറ്റേഷൻ കഴിഞ്ഞ ദിവസം കൊണ്ട് എനിക്ക് തീർക്കാമായിരുന്നു. പക്ഷെ അന്നേരം ഒരു 1.5 മണിക്കൂറോ ഉള്ള ക്ലാസ്സിലേക്ക് മാറുമ്പം അത് വീഡിയോ കാണാൻ ലെങ്ത് ചിലപ്പം കൂടിയേക്കാം. ഇന്ന് ഗ്രാവിറ്റേഷൻ നമ്മൾ ഫുള്ളി തീർത്ത് അടിപൊളിയായിട്ട് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ട് അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ അടുത്ത ദിവസത്തേക്ക് പോകുന്നതായിരിക്കും. പുത്തനായ ഒരു ചാപ്റ്റർ. ഇനി നിങ്ങൾക്ക് അറിയാം, വർക്ക് എനർജി പവറും മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സും ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സും നമ്മൾ ആ 3 ചാപ്റ്ററോട് ചേരുന്നതാണ് ഞാൻ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യണം. എൻ്റെ കുട്ടികൾ വളരെ 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 ഗംഭീരമായിരിക്കണം. അധ്യാപകർ എത്ര കഷ്ടപ്പെടുന്നു അതിൻ്റെ 100 ഇരട്ടി കഷ്ടപ്പെടാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. നിങ്ങളോടൊപ്പം ഞാൻ +1 +2 എപ്പോഴും പറയുന്ന പോലെ +1 +2 തീരുന്നവരെ ഈ അധ്യാപനം ഉണ്ടാകും. നന്നായിട്ട് പഠിക്കുക. ഏത് സ്ഥിതിയെ നമുക്ക് ഹാർഡ് വർക്കിലൂടെ നിഷ്പ്രയാസം മാറ്റാൻ പറ്റും. അതിനകത്ത് സംശയം വേണ്ട. നിങ്ങൾക്ക് അതിനകത്ത് സംശയം വേണ്ട. നിങ്ങളുടെ കട്ട സപ്പോർട്ട് എനിക്കും വേണം. ഞാൻ എൻ്റെ മാക്സിമം ഹാർഡ് വർക്ക് നിങ്ങൾക്ക് തരും. അന്നേരം നമുക്ക് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ലാസ്റ്റ് ഭാഗത്തിലേക്ക് നമുക്ക് കയറാം. ഗ്രാവിറ്റേഷൻ 1 കഴിഞ്ഞു. ശ്രദ്ധിക്കുക, ഗ്രാവിറ്റേഷൻ 1 കഴിഞ്ഞു. നന്നായിട്ട് പഠിച്ചു പോകണം. IPL കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കരുത്. IPL ഒക്കെ കാണണം. പഠിക്കേണ്ട സമയത്ത് പഠിക്കണം. ഗ്രാവിറ്റേഷൻ 2 കഴിഞ്ഞു അല്ലേ? അന്നേരവും നമ്മൾ ഗ്രാവിറ്റേഷൻ 1 2 വളരെ ഇമ്പോർട്ടൻ്റ് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു പോകണം. ഇന്ന് നമ്മൾ ഗ്രാവിറ്റേഷൻ പാർട്ട് 3 കൊണ്ട് ഫിനിഷ്ഡ് ആണ്. ഓക്കെ, അന്നേരം ഓക്കെ വാ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ 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 ക്ലിയർ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അന്നേരം നമുക്ക് ടോപ്പിക്കിലേക്ക് കയറാം. ഓക്കെ വാ, അന്നേരം ലാസ്റ്റ് ടോപ്പിക്കാണ് ഗ്രാവിറ്റേഷന്റെ കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ. പലപ്പോഴും കുട്ടികൾ പ്രയാസമുള്ളതാണ്. പ്രൂഫ് ഒക്കെ ഉണ്ട്. 2 ലോയ്ക്ക് 3 ലോ ഉണ്ടാകെ. ആദ്യം അതങ്ങ് മനസ്സിൽ അങ്ങ് ഉറപ്പിക്കുക. 3 ലോസ് ആണ് കെപ്ലറിന്റെ. ഫസ്റ്റ് ലോ
അതിന് പറയുന്ന മറ്റൊരു പേരാണ് ലോ ഓഫ് ഓർബിറ്റ്. അങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഏതാണ്? അത് ലോ ഓഫ് ഓർബിറ്റ് ആണ്. സെക്കൻഡ് ലോ അതിന് പറയുന്ന പേര് ലോ ഓഫ് ഏരിയാസ് എന്നാണ്. തേർഡ് ലോ അതിന് രണ്ട് പേരിൽ പറയാം, ലോ ഓഫ് പീരീഡ് അല്ലെങ്കിൽ ഹാർമോണിക് ലോ. പെട്ടെന്ന് എന്റെ കൂട്ടത്തിൽ പറഞ്ഞേ. ഫസ്റ്റ് ലോ ലോ ഓഫ് ഓർബിറ്റ് മറ്റു പേര്. സെക്കൻഡ് ലോ ഓഫ് ഏരിയാസ്. തേർഡ് ലോ ഓഫ് പീരീഡ് അല്ലെങ്കിൽ ഹാർമോണിക് ലോ. അന്നേരം അതിനകത്തെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഒന്ന് പഠിച്ചതിന് ശേഷം ഫസ്റ്റ് ലോയ്ക്ക് പ്രൂഫ് ഇല്ല, സെക്കൻഡ് ലോയ്ക്കും തേർഡ് ലോയ്ക്കും എന്തുണ്ട്? പ്രൂഫ് ഉണ്ട്. നമുക്ക് അതിലോട്ട് അടിപൊളിയായിട്ട് പോകാം. ആദ്യം ഫസ്റ്റ് ലോ അല്ലെങ്കിൽ ലോ ഓഫ് ഓർബിറ്റ്. നിങ്ങളൊന്ന് പടം എല്ലാം ഒന്ന് ശ്രദ്ധിച്ച്, വളരെ കാര്യമായിട്ട് പടമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇതിനകത്ത് സണ്ണെന്ന് എഴുതിയിട്ടുണ്ട്. ഈ പോകുന്ന നിങ്ങൾ പ്ലാനറ്റ്, ഒരു ആരമാനം കാണിക്കുന്ന പ്ലാനറ്റ് ആയിട്ട് വിചാരിക്കുക. ഇത് മേജർ ആക്സിസ് എന്ന് എഴുതിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പ്രൂഫിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ എന്ന് പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ലോ ഓഫ് ഓർബിറ്റ്. ദി ഓർബിറ്റ് ഓഫ് എ പ്ലാനറ്റ് ഈസ് ആൻ എലിപ്സ് വിത്ത് സൺ അറ്റ് വൺ ഓഫ് ഇറ്റ്സ് ഫോസി. ഫോസി എന്ന് പറയുന്ന വാക്ക്, ഫോക്കസ് എന്ന് പറയുന്ന വാക്കൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണ്. ഫോക്കസ് ചെയ്യുക. ഫോക്കസിന്റെ പ്ലൂറലാണ് ഫോസി. ദി ഓർബിറ്റ് ഓഫ് എ പ്ലാനറ്റ് ഈസ് ആൻ എലിപ്സ് വിത്ത് സൺ അറ്റ് വൺ ഓഫ് ഇറ്റ്സ് ഫോസി എന്ന് പറഞ്ഞാൽ സണ്ണിനെ ഫോക്കസ് ആക്കി നിർത്തിക്കൊണ്ട് പ്ലാനറ്റ് റിവോൾവ് ചെയ്യുന്നത് എലിപ്റ്റിക്കൽ ആകൃതിയിലാണെന്നാണ് കെപ്ലർ പറഞ്ഞത്. അതാണ് ലോ ഓഫ് ഓർബിറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ലോ. പെട്ടെന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തീരുകയാണ്. ദി ഓർബിറ്റ് ഓഫ് എ പ്ലാനറ്റ് ഈസ് ആൻ എലിപ്സ് വിത്ത് സൺ അറ്റ് വൺ ഓഫ് ഇറ്റ്സ് ഫോസി. സ്റ്റേറ്റ്മെന്റിൽ ഒരു ലോയിൽ ഒരു മാറ്റങ്ങളും വരുത്താൻ പാടില്ല. കറക്റ്റ് ആയിരിക്കണം. ഇതാണ് ഫസ്റ്റ് ലോ. പടം ഇതാണ്. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നമ്മൾക്ക് സെക്കൻഡ് ലോയുടെ തേർഡ് ലോയുടെ ഫസ്റ്റ് ഇത്ര മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഈ പടം വരച്ചിരിക്കണം. പടം നിർബന്ധമായിട്ട് വരച്ചിരിക്കണം. അന്നേരം ഫസ്റ്റ് ലോ കഴിഞ്ഞ് ഫിനിഷ്. സെക്കൻഡ് ലോ, തേർഡ് ലോ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. അതിന്റെ പ്രൂഫ് ഉള്ളതാണ്. ഓക്കെ, അന്നേരം നമുക്ക് ആദ്യത്തെ ലോ ഫിനിഷ് ചെയ്തു. രണ്ടാമത്തെ ലോ, സെക്കൻഡ് ലോ ഓഫ് ഏരിയാസ്. ലോ ഓഫ് ഏരിയാസ് ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ സെക്കൻഡ് ലോ ആണ്. അല്ലെങ്കിൽ സെക്കൻഡ് ലോയുടെ മറ്റൊരു പേര് ചോദിക്കുവാണെങ്കിൽ ലോ ഓഫ് ഏരിയാസ്. പടത്തിന് മുമ്പേ ഞാൻ സ്റ്റേറ്റ്മെന്റ് അങ്ങ് പറയാം. സ്റ്റേറ്റ്മെന്റ് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ദി ലൈൻ ജോയിനിങ് എ പ്ലാനറ്റ് ടു ദി സൺ seeps out SWEEPS seeps out equal areas in equal intervals of time. The line joining a planet to the sun seeps out, CP എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മേക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ അർത്ഥമാണ്. seeps out equal areas in equal intervals of time or aerial velocity is a constant. ഇത് ഞാൻ പഠിപ്പിക്കാൻ പലരും ചോദിക്കും, സാറേ ഓർ ഏരിയൽ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്, അത് മാത്രം എഴുതിയാൽ മതിയോ? അല്ല, സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് എഴുതി ഇതുകൂടെ അങ്ങ് ചേർത്ത് എഴുതണം. എന്നാലും നല്ല രസമായിരിക്കും. എഴുതുന്നവർക്ക് മാർക്ക് ഇടാൻ നല്ല രസം തോന്നും. എല്ലാം രസം പറയണം. അന്നേരം ദി ലൈൻ ജോയിനിങ് എ പ്ലാനറ്റ് ടു ദി സൺ സീപ്സ് ഔട്ട് ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം ഓർ ഏരിയൽ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. ഇപ്പൊ നിങ്ങൾ ഒന്ന് രണ്ട് വട്ടം കേട്ട് കഴിയുന്നു സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആയി. പക്ഷെ ഫിഗർ വരയ്ക്കുക. ഫിഗറിനകത്ത് സമയമുണ്ട്. എസ് എന്ന് പറയുന്നത് സണ്ണാണ്. പി എന്ന് പറയുന്നത് പ്ലാനറ്റ് ആണ്. ഈ പി ഡാഷ് എന്ന് പറയുന്നത് മറ്റൊരു പ്ലാനറ്റ് അല്ല. ഈ സണ്ണിന് ചുറ്റും പ്ലാനറ്റ് എലിപ്റ്റിക്കൽ ആകൃതിയിൽ മൂവ് എന്ന് പറഞ്ഞു. ഈ പി സഞ്ചരിച്ച് മറ്റൊരു പൊസിഷൻ എത്തുന്നതാണ് പി ഡാഷ്. അത് സെക്കൻഡ് പ്ലാനറ്റ് അല്ല. ഇവിടുന്ന് സഞ്ചരിച്ച് ഇത് ഇവിടെ വരെ എത്തുന്ന മറ്റൊരു പൊസിഷനാണ് പി ഡാഷ് എന്ന് പറയുന്നത്. സണ്ണിന് ചുറ്റും പ്ലാനറ്റ് കറങ്ങുന്നു. അത് എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആണ്. ഇതിനെ പറയുന്നത് സീപ്സ് ഓഫ് ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടെ വരെ ഇപ്പം ഇത്ര ഒരു സിമിലർ എക്സാമ്പിൾ ഇതോടെ 2 മീറ്റർ ആണെന്ന് വിചാരിക്കുക. അത് 2 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്തു. അടുത്ത ഈക്വൽ ഏരിയാസ് 2 മീറ്റർ 2 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യുന്നു. അടുത്ത 2 മീറ്റർ 2 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യുന്നു. അന്നേരം ഈക്വൽ ഏരിയാസ് ആയിരിക്കണം, ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈമിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതാണ് സിമ്പിൾ ആയിട്ട് ലാസ്റ്റ് പറയുന്നത്. ദാറ്റ് ഈസ് ഏരിയൽ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. ഇക്വേഷൻ ഉണ്ട്. ഏരിയൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഏരിയയിൽ നിന്ന് ഉദ്ദേശിക്കുന്ന ഏരിയ ആണ്. ഏരിയൽ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഇത് നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് എഴുതി ഡയഗ്രാം വരച്ചു. ആദ്യം ഡയഗ്രാം വരച്ചു, സ്റ്റേറ്റ്മെന്റ് എഴുതി, മൂന്നാമത് ഇക്വേഷൻ എഴുതിയേക്കണം ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്.
അവിടെ വെച്ച് നമ്മൾ സെക്കൻഡ് ലോ കംപ്ലീറ്റ് ചെയ്യും. സെക്കൻഡ് ലോയ്ക്ക് പ്രൂഫിന് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് എങ്ങനെ കിട്ടിയെന്ന് പഠിക്കും. അതായത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമല്ലോ. അങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. സെക്കൻഡ് ലോ, പ്രൂഫ് ഓഫ് സെക്കൻഡ് ലോ പഠിക്കാനാണ്. അടുത്തത് ക്ലിയർ, 2 ലോ ക്ലിയർ ആയി. ഇപ്പം തന്നെ നിങ്ങൾ പഠിച്ചു കഴിയും. പഠിച്ച് ശ്രദ്ധിച്ച് പഠിക്കുന്നത് ഇപ്പം തന്നെ പഠിച്ചു കഴിയാം. അടുത്ത നമുക്ക് തേർഡ് ലോ. ഓക്കെ, തേർഡ് ലോ, ലോ ഓഫ് പീരീഡ് അല്ലെങ്കിൽ ഹാർമോണിക് ലോ. ഓക്കെ, വാ. നമ്മൾ ഫസ്റ്റ് ലോ കഴിഞ്ഞു, സെക്കൻഡ് ലോ കഴിഞ്ഞു. അടുത്തത് തേർഡ് ലോ. വളരെ ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ് ലോയും തേർഡ് ലോയൊക്കെ ഒരുപാട് വർഷം പരീക്ഷയ്ക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമേ സ്റ്റേറ്റ്മെന്റിലോട്ട് കയറാം. ഇതിനകത്ത് ഡയഗ്രാം ഒന്നുമില്ല. നിങ്ങൾ ആദ്യം പേര് ഓർത്ത് വെക്കുക. തേർഡ് ലോ പറയുന്ന ഒരു പേര് ലോ ഓഫ് പീരീഡ്സ് അല്ലെങ്കിൽ ഹാർമോണിക് ലോ. ഇനി ലോ നമുക്ക് കേൾക്കാം. ദി സ്ക്വയർ ഓഫ് ടൈം പീരീഡ് ഓഫ് revolution of a planet around the sun is directly proportional to the cube of the semi-major axis. ഞെട്ടിപ്പോയി. ഞെട്ടാനൊന്നുമില്ല. ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങ് പഠിക്കാൻ എന്തോ പാട്ടൊക്കെ നിങ്ങൾ അടിപൊളിയായിട്ട് കേൾക്കുമ്പോൾ തന്നെ ക്യാച്ച് ചെയ്യും. അതുപോലെ ക്യാച്ച് ചെയ്യണം. ക്യാച്ച്. ഓക്കെ, ഒന്നോടെ. ദി സ്ക്വയർ ഓഫ് ടൈം പീരീഡ് ഓഫ് revolution of a planet. The square of time period of revolution of a planet around the sun is directly proportional to the cube of the semi-major axis. ഒന്നുകൂടെ പറയണം, ഒരു വട്ടോടെ പറയാം. ഓക്കെ, the square of time period of revolution of a planet around the sun is directly proportional to cube of the semi-major axis. മേജർ ആക്സിസും സെമി മേജർ ആക്സിസും ഒക്കെ നമുക്ക് പറഞ്ഞുതരാം. നമുക്ക് ഇക്വേഷനിലോട്ട് പെട്ടെന്ന് അങ്ങ് പോവാം. ദി സ്ക്വയർ ഓഫ് ദി ടൈം പീരീഡ് ഡിനോട്ട് ചെയ്ത ലെറ്റർ ടി. സ്ക്വയർ ആവുമ്പോഴോ എന്തെളുപ്പം, ടി സ്ക്വയർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് ദി സെമി മേജർ ആക്സിസ്. സെമി മേജർ ആക്സിസ്, ക്യൂബ് ഓഫ് ദി സെമി മേജർ ആക്സിസ് 6 എടുക്കുക. ക്യൂബ് എന്ന് പറയുമ്പോൾ ആർ ക്യൂബ്. ഓ, തീർന്നു. വളരെ ഈസി. ടി സ്ക്വയർ ഈസ് പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ്. ഇതിനും പ്രൂഫ് ഉണ്ട്. അന്നേരം 3 കെപ്ലറിന്റെ ലോ സ്റ്റേറ്റ്മെന്റ് ഞാൻ പഠിപ്പിച്ചു. 3 നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ചു തീർക്കുക. ഇതിനൊന്നും സമയം കളയാനില്ല. ഇനി നമുക്ക് വേണ്ടത് ഇതിന്റെ 2 പ്രൂഫാണ്. ഫസ്റ്റ് ലോയ്ക്ക് പ്രൂഫ് ഇല്ല, സെക്കൻഡ് ലോയ്ക്കും തേർഡ് ലോയ്ക്കും പ്രൂഫ് ഉണ്ട്. ഒരുപാട് വർഷങ്ങളിൽ ചോദിച്ചതാണ്. ഏതൊക്കെ വർഷം അതെനിക്ക് ഓർമ്മയില്ല. എന്ന് പറയുന്നത് കൃത്യമായിട്ട് 2017 പ്ലസ് ഇംപ്രൂവ്മെന്റ് 2013 ഇങ്ങനെ ഒരുപാട് വർഷം ചോദിച്ചായിട്ടുള്ള ഓർമ്മകളുണ്ട്. ഓക്കെ, അന്നേരം നമുക്ക് സെക്കൻഡ് ലോയുടെ പ്രൂഫിലേക്ക് കടക്കാം. സെക്കൻഡ് ലോ എന്ന് പറഞ്ഞാൽ ലോ ഓഫ് ഏരിയാസ്. ചിന്ന സിമ്പിൾ ആയിരുന്ന ടോപ്പിക് ഉറപ്പിച്ച് പഠിക്കും. ഓക്കെ, നമ്മുടെ അടുത്ത ടോപ്പിക്ക് പ്രൂഫ് ഓഫ് സെക്കൻഡ് ലോ. നിങ്ങൾ സെക്കൻഡ് ലോ ചോദിക്കും, പ്രൂഫ് ഓഫ് സെക്കൻഡ് ലോ ചോദിക്കുമ്പോൾ നിങ്ങൾ എഴുതേണ്ട ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. പെട്ടെന്ന് അധ്യാപകർക്ക് മാർക്ക് ഇടാൻ തോന്നിക്കുന്ന ഒരു മെത്തേഡ്. ആദ്യം ആ സ്റ്റേറ്റ്മെന്റ്, സെക്കൻഡ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് എഴുതുക. എന്നിട്ട് ഡയഗ്രാം പറയണം. എന്നിട്ട് പ്രൂഫ് ഓഫ് സെക്കൻഡ് ലോ എന്ന് എഴുതി നല്ല വൃത്തിയായിട്ട് എഴുതുക. എത്ര സ്റ്റെപ്പ് ഉണ്ടെന്നുള്ളതല്ല, നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടെന്നുള്ളതാണ്. എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രൂഫ് ഓഫ് സെക്കൻഡ് ലോ ഇതാണ് ഡയഗ്രാം. എലിപ്റ്റിക്കൽ ആകൃതി. ഇത് നമ്മൾ നേരത്തെ ഡയഗ്രാം പറഞ്ഞതാണ്. എസ് എന്ന് പറയുന്നത് സൺ, പി എന്തായിരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്ലാനറ്റ്. പി ഡാഷ് എന്ന് പറയുന്നതും മറ്റൊരു പൊസിഷനാണ്. ഈ പ്ലാനറ്റ് സഞ്ചരിച്ച് മറ്റൊരു പൊസിഷനാണ്. ഏരിയൽ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് പ്രൂവ് ചെയ്തെടുക്കണം. അവസാനം വരുമ്പം പ്രൂവ് ചെയ്തെടുക്കണം. അയ്യോ പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത്, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല ഒരു വെട്ടിക്കളെ. ഓക്കെ, അധ്യാപകർ മൊത്തത്തിൽ അങ്ങ് വെട്ടിക്കളെ. നമ്മൾ ശ്രദ്ധിച്ചു കാണണം. എസ് ഇതൊരു വലിയൊരു ഏരിയ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം, ഒരു ലാർജ് ഏരിയ. അതിനകത്തൊരു സ്മോൾ ഏരിയ ആണ് ഈ ട്രയാങ്കിൾ ഫോമിൽ ഞാൻ എടുത്തു. അതാണ് ആ ട്രയാങ്കിൾ നമുക്ക് എസ് പി പി ഡാഷ് എന്ന് വിളിക്കാം. എസ് മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസ് ആർ എന്ന് എടുക്കുക, വെക്ടർ ആർ. പി മുതൽ പി ഡാഷ് വരെയുള്ളത് ഡെൽറ്റ ആർ എടുക്കുക. എന്തെങ്കിലും വ്യത്യാസം വേണോ? എസ് മുതൽ പി വരെ ഉള്ളത്, സൺ മുതൽ പ്ലാനറ്റ് വരെ ഉള്ളത് ആറും, പ്ലാനറ്റ് സഞ്ചരിച്ച് ഒരു പൊസിഷൻ മറ്റൊരു പൊസിഷൻ എടുക്കുന്നത് ഡെൽറ്റ ആർ ആയിട്ട് എടുക്കുക. അന്നേരം ഒരു വലിയ ഏരിയയിൽ നിന്ന് ചെറിയ ഏരിയ എടുക്കുന്നതുകൊണ്ടാണ് ഡെൽറ്റ എ എന്ന് എഴുതിക്കുന്നത്. ഈ മൊത്തമുള്ള ഏരിയ ഞാൻ എ എന്ന് വിളിക്കുകയാണ് എഴുതിക്കുക, എ. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഭാഗം ചെറിയ ഏരിയ ഡെൽറ്റ എ എന്ന് എഴുതാം. അതുകൊണ്ടാണ് ഇതിന്റെ ഇടയ്ക്ക് ഡെൽറ്റ എ എന്ന് എഴുതിക്കുന്നത്.
ഇത്രയാണ് ഡയഗ്രത്തിൽ നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് ട്രയാങ്കിൾ എടുക്കാം. ഫ്രം ട്രയാങ്കിൾ എസ് പി പി ഡാഷ്, ഫ്രം ട്രയാങ്കിൾ എസ് പി പി ഡാഷ് ഡെൽറ്റ എ ഈസ് ഈക്വൽ ടു, ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ കണ്ടുപിടിക്കാം സമയമായിട്ടും, ഇതൊരു ട്രയാങ്കിൾ ആണ്, ട്രയാങ്കിൾ കണ്ടുപിടിക്കാം. ഡെൽറ്റ എ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. ട്രയാങ്കിൾ ഇക്വേഷൻ കൊച്ചുള്ള റൂട്ട് എഴുതിയിട്ടുണ്ട്. ട്രയാങ്കിൾ ഇക്വേഷൻ ഡെൽറ്റ ഈസ് ഹാഫ് ബി എച്ച്, ഹാഫ് ബ്രെഡ്ത്ത് ഇൻടു ഹൈറ്റ്. ചിലർക്ക് ഇതാണോ ബ്രെഡ്ത്ത് ഇതാണോ ഹൈറ്റ്, എങ്ങനെ എടുത്താലും ഇത് കറക്റ്റ് ആണ്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഡെൽറ്റ ഈസ് ഹാഫ് ഇൻടു ബിക്ക് വരെ ഞാൻ ഇത് കൊടുക്കുന്നു, ബ്രെഡ്ത്ത് ആയിട്ട് ഹൈറ്റ് ആയിട്ട് ഇത് എടുക്കും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കറക്റ്റ് തന്നെയാണ്. അന്നേരം ഡെൽറ്റ ഈസ് ഹാഫ് ഇൻടു ബിക്ക് പകരം ആർ വെക്ടർ കൊടുത്തു പോകണം, ഇൻടു ഡെൽറ്റ വെക്ടർ ആർ, എച്ചിന് പകരം ഡെൽറ്റ വെക്ടർ ആറും കൊടുത്തു. അന്നേരം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി. ബിക്ക് പകരം ഇത് കൊടുത്തു, എച്ചിന് പകരം ഇത് കൊടുത്തു. ഇനി അടുത്തത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സെന്റൻസ് ആണ്, അല്ലെങ്കിൽ അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ ഡെൽറ്റ ടി. ഈ രണ്ട് ഇക്വേഷനെ ഡെൽറ്റ ടി വെച്ച് ഡിവൈഡ് ചെയ്യാം. അന്നേരം ഒരു സൈഡിൽ ഡിവൈഡ് ചെയ്ത് ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി, മറ്റേ സൈഡിൽ എല്ലാ ടൈമിനും ഡിവൈഡ് ചെയ്യണമെന്നല്ല, ഏതെങ്കിലും ഒരു ടൈമിന് ഡിവൈഡ് ചെയ്താൽ മതി. അന്നേരം ഹാഫ് ഇൻറ്റു ആർ ഇൻറ്റു ഇവിടെ ഒരു ഡെൽറ്റ ആർ ഉള്ളതുകൊണ്ട് ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി. അന്നേരം രണ്ട് സൈഡിലും ഡെൽറ്റ ടി വെച്ച് ഡിവൈഡ് ചെയ്തു. ഈ സ്റ്റെപ്പ് ക്ലിയർ ആയിരിക്കണം. അന്നേരം ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ആർ ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി. ഓക്കെ, ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കി, പി മുതൽ പി ഡാഷ് വരെയുള്ള ഒരു ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലേ. പി എന്ന് പറഞ്ഞ പ്ലാനറ്റ്, പി ഡാഷ് എന്ന് പറയുന്ന പൊസിഷൻ പ്ലാനറ്റിലുള്ള ഇനീഷ്യൽ പൊസിഷൻ ഇത്, ഫൈനൽ പൊസിഷൻ ഇത്, ഇതിനിടയിലുള്ള ദൂരമാണ് ഡിസ്പ്ലേസ്മെന്റ് പറയുന്നത്. അങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഡെൽറ്റ ആർ എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്. നല്ല പ്രത്യേകം എഴുതിയിട്ടുണ്ട്, ബട്ട് ഒരു ബട്ട് കൂടെ കൊടുത്തേ, നമുക്ക് ആവശ്യമുള്ള ഒരു വാക്കില്ലേ, ബട്ട്. ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു വി. ഡെൽറ്റ ആർ ബൈ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈമിന് പകരം വെലോസിറ്റി എന്ന് കൊടുത്തു. എന്ത് എളുപ്പം, വരുന്നുണ്ട് ഇതിന് പകരം നമുക്ക് വെലോസിറ്റി എന്ന് കൊടുക്കാമല്ലോ. അന്നേരം ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ആർ ഇൻറ്റു ഇതിന് പകരം ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ വിക്ക് പകരം പി എന്ന് കൊടുത്തു. അടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ വീണ്ടും ഒരു ബട്ട്, എപ്പോഴും ബട്ട് കൊടുക്കണ്ട, എന്നാലും പി ഈസ് ഈക്വൽ ടു എം വി. ഏത് ഇക്വേഷൻ, മൊമെന്റോ എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി. അതിൽ നമുക്ക് കണ്ട് ഈ വിക്ക് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അന്നേരം വി ഈസ് ഈക്വൽ ടു, ഇതിന് വി ഈസ് ഈക്വൽ ടു വെക്ടർ പി ബൈ വെക്ടർ എം. എല്ലാത്തിനും വെക്ടറോട് കൊടുത്തേക്കുക കേട്ടോ, കാരണം മാസ് സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. അന്നേരം ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ആർ ഇൻറ്റു വിക്ക് വരെ കൊടുക്കണം പി ബൈ എം. അടുത്തത് ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു മണ്ടക്കത്തെ എല്ലാം കുടിച്ച് 1 ഇൻറ്റു ആർ ഇൻറ്റു പി, ആർ ഇൻറ്റു പി, വെക്ടർ ആർ ഇൻറ്റു വെക്ടർ പി ബൈ താഴത്തിലോട് കുടിച്ച് 2 ഇൻറ്റു എം, 2m. കണ്ടോ, ഇത്രയും സിമ്പിളായിട്ട് ആരെങ്കിലും പഠിപ്പിക്കുമോ? പഠിപ്പിക്കത്തില്ല, ചുമ്മാ. ബട്ട് ഡെൽറ്റ ആർ ഇൻറ്റു ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു എൽ. കാരണം എന്താ, നമ്മൾ റിജിഡ് ബോഡി എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആംഗുലർ മൊമെന്റം പഠിച്ചു. ആംഗുലർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്തോ, എൽ ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു പി എന്നാണ്, വെക്ടർ ആർ ഇൻറ്റു വെക്ടർ പി. എൽ എന്ന് പറഞ്ഞാൽ ആംഗുലർ മൊമെന്റമാണ്, പഠിച്ചിട്ടുള്ളതാണ്. ആർ ഇൻറ്റു പിക്ക് വരെ എൽ എന്ന് കൊടുത്തു. ഇത്രയും ഭാഗം ആർ ഇൻറ്റു പിക്ക് വരെ എൽ എന്ന് കൊടുത്താൽ ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു എൽ ബൈ 2 ആവും. അതിനകത്ത് എൽ എന്ന് പറഞ്ഞാൽ ആംഗുലർ മൊമെന്റ് കോൺസ്റ്റന്റ് ആണ്, 2 ഓൾറെഡി കോൺസ്റ്റന്റ് ആണ്, മാസ് ചേഞ്ച് ചെയ്യുന്നില്ല, എമ്മും കോൺസ്റ്റന്റ് ആണ്. അത് വേറെ ഇങ്ങനെ തന്നെ എഴുതുന്നത് നിങ്ങൾ, എൽ 2, 2, m are constants. ഇത്രയും കോൺസ്റ്റന്റ് ആയിട്ട് മാറി. therefore ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. കിട്ടിപ്പോയി ഉത്തരം. നിങ്ങൾ ഇതും ഞാൻ എപ്പോഴും ചോദിക്കുന്ന പോലെ വായിച്ച് പഠിച്ചാൽ ഓർത്തിരിക്കും. അത്രയൊന്നും പവറൊന്നും നമുക്കായിട്ടില്ല. നന്നായിട്ട് എഴുതി പഠിക്കണം. നിങ്ങൾ എഴുതുമ്പോൾ താഴോട്ട് എഴുതി പോയാൽ മതി. ഞാൻ ബോർഡിലായതുകൊണ്ടാണ് ഇങ്ങനെ സൈഡ് ഇങ്ങനെ എഴുതി പോകുന്നത്. നിങ്ങൾ താഴോട്ട് നല്ല വൃത്തിയായിട്ട് എഴുതി പടം വരയ്ക്കുക, പറയുന്നതുപോലെ തന്നെ ചെയ്യുക. എളുപ്പത്തിൽ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാവുന്നതാണ്. പ്രൂഫ് ഓഫ് സെക്കൻഡ് നമുക്ക് പിടിച്ച് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. പ്രൂഫ് ഓഫ് സെക്കൻഡിലോ ക്ലിയറായി 1 or 2 വട്ടം ഒന്ന് കേട്ടു നോക്കുക. ഈസിയാണ്, ഇതിനെക്കാട്ട് ഈസിയാണ് തേർഡിലോ, പക്ഷെ ശ്രദ്ധിച്ച് പഠിക്കണം. അതുകൊണ്ട് നമ്മുടെ ചാപ്റ്റർ തീർന്നിട്ട് പിന്നെ നമുക്ക് ആപ്ലിക്കേഷൻ പടപടാന്ന് കാണാം. ഓക്കെ, അന്നേരം പ്രൂഫ് ഓഫ് അടുത്ത ഏതാണ്? തേർഡിലോയ്ക്ക് പറയുന്ന മറ്റൊരു പേര് ലോ ഓഫ് പീരീഡ്സ്, മറ്റൊരു പേര് ഹാർമോണിക് ലോ. ഓക്കെ, വാ. അടുത്തത് പ്രൂഫ് ഓഫ് തേർഡ് ലോ, അല്ലെങ്കിൽ ലോ ഓഫ് പീരീഡ്, അല്ലെങ്കിൽ ഹാർമോണിക് ലോ. അന്നേരം തേർഡ് ലോയുടെ നമ്മൾ ഫൈനൽ ഇക്വേഷൻ പഠിച്ച്
ടി സ്ക്വയർ, ഇത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും പ്രൂഫിനുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ആണ്. ടി സ്ക്വയർ ഈസ് പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്തെടുക്കേണ്ടത്. അത് ഡയഗ്രത്തിനൊന്നും ആവശ്യമില്ല. നമ്മൾ ഗ്രാവിറ്റേഷനകത്തിരിക്കുന്ന സെക്കൻഡ് പാർട്ടിൽ ഗ്രാവിറ്റേഷൻ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഓർബിറ്റൽ വെലോസിറ്റി പഠിച്ചോ പറഞ്ഞു. ഒരു സ്റ്റാറോ ഒരു സണ്ണോ പ്ലാനറ്റോ ഒന്നും നമ്മുടെ ഭൂമിയിലോട്ട് വീഴുന്നില്ല. കാരണം എന്താണ്? അവിടെ രണ്ട് തരം ഫോഴ്സ് ബാലൻസ് ചെയ്യുന്നു. പെട്ടെന്ന് പറഞ്ഞ രണ്ട് തരം ഫോഴ്സ്. ഒന്ന്, കറങ്ങണമെന്നുണ്ടെങ്കിൽ സെൻട്രിപിറ്റൽ ഫോഴ്സ്, താഴോട്ട് വീഴാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. ഈ രണ്ട് ഫോഴ്സ് ബാലൻസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. നമ്മുടെ തുടക്കം അതായിക്കോട്ടെ. ആദ്യം രണ്ട് തരം ഫോഴ്സ് ബാലൻസ് ചെയ്യുന്നു. ആദ്യം സെൻട്രിപിറ്റൽ ഫോഴ്സ് mv²/r, ഇക്വേഷൻ നമ്പർ 1. ഓക്കെ. അടുത്തത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് നമ്മൾ ഇക്വേഷൻ പഠിപ്പിച്ചതാണ്. F=gmm/r², ഇക്വേഷൻ നമ്പർ 2. ഇവിടെ ക്യാപിറ്റൽ ആർ എന്ന് പറയാനുള്ളതാണ്. ഇവിടെ പ്ലാനറ്റോ സാറ്റലൈറ്റോ ഒക്കെ ആണെങ്കിൽ റേഡിയസ് സ്മോൾ ആണ്. ക്യാപിറ്റൽ ആർ വന്നു കഴിഞ്ഞാൽ അത് റേഡിയസ് ഓഫ് ദി എർത്ത് ആണ്. ഇതൊക്കെ മനസ്സിൽ കൺസെപ്റ്റ് ആക്കുക. രണ്ട് തരം ഫോഴ്സ് ബാലൻസ് ചെയ്തു, സെൻട്രിപിറ്റൽ ഫോഴ്സും ഗ്രാവിറ്റേഷൻ ഫോഴ്സും. ഇക്വേഷൻ നമ്പർ 1, 2 ഇക്വേഷൻ നല്ല വൃത്തിയായിട്ട് എഴുതാം. 1 into ഒരു സൈഡ് സെയിം ആണ്, എഫ് ആണ്. അത് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റിംഗ് 1 and 2 അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം. mv²/r = gmm/r². സ്മോൾ എമ്മും ക്യാൻസൽ. ഇവിടെ ഒരു സ്മോൾ ആറും ഒരു ആർ, ഇവിടെ r² ഒരു ആറും ക്യാൻസൽ. ബാക്കി എന്താ വന്നു? v² = gm/r. ഇക്വേഷൻ നമ്പർ 3. ഇക്വേഷൻ നമ്പർ 3 കറക്റ്റ് ആയിട്ട് കൊടുത്തു. ഇനി if t is time period, അതും ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിപ്പിച്ചാണ്. ടൈം പീരീഡ് ഓഫ് എ സാറ്റലൈറ്റ്, അതും കഴിഞ്ഞ യൂണിറ്റിൽ തന്നെയാണ് പഠിപ്പിച്ചത് തോന്നുന്നു. ടൈം പീരീഡ് ഓഫ് എ സാറ്റലൈറ്റ് അതായത് ഇക്വേഷൻ ആണ് t = 2πr/v. t = 2πr/v. സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡിലും എല്ലാ ടൈമിനും സ്ക്വയർ ചെയ്തേ. t² ചെയ്യുമ്പോൾ t², 2 സ്ക്വയർ ചെയ്യുമ്പോൾ 4, π² ചെയ്യുമ്പോൾ π², r² ചെയ്യുമ്പോൾ r², v² ചെയ്യുമ്പോൾ v². കണ്ടോ എഴുതിക്കുന്നുണ്ട്. t² = 4π² r²/v². ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. t² × v² = 4π² r². അതിൽ നിന്ന് v² എങ്ങനെ വരും? 4π² r²/t². ഇക്വേഷൻ നമ്പർ 4. സിമ്പിൾ സ്റ്റെപ്പ്, എല്ലാ സ്റ്റെപ്പും എഴുതി പോയിട്ടുണ്ട്. ഇക്വേഷൻ നമ്പർ 4. ഇനി നിങ്ങൾ 3ഉം 4ഉം ഒന്ന് നോക്കി. 3 നേരെ തന്നെ എടുക്കൊണ്ട് 4. ഒരു സൈഡ് v² ഇല്ലയോ? അങ്ങനെയാണെങ്കിൽ ഇക്വേറ്റ് ചെയ്യാമല്ലോ. ഇക്വേറ്റിംഗ് 3 and 4 എങ്ങനെ എഴുതാം? gm/r = 4π² r²/t². ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. gm × t². ഓക്കെ, = 4π² r² × r എന്ന് പറഞ്ഞാൽ r³. 4 gm t² = 4π² r³. അതായത് t² ശ്രദ്ധിക്കുക, t² = 4π² r³/gm. 4π² r³/gm. ഇതിനകത്ത് 4 കോൺസ്റ്റന്റ് ആണ്, പൈ കോൺസ്റ്റന്റ് ആണ്, ജി കോൺസ്റ്റന്റ് ആണ്, എം കോൺസ്റ്റന്റ് ആണ്. 4 കോൺസ്റ്റന്റ്, പൈ കോൺസ്റ്റന്റ്, ജി കോൺസ്റ്റന്റ്, എം കോൺസ്റ്റന്റ്. പിന്നെ ഏതുണ്ട് ബാക്കി? r³. അത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് എടുക്കുന്നില്ലേ t-ക്ക്. t² ഈസ് പ്രൊപ്പോർഷണൽ ടു r³. പ്രൊപ്പോർഷണാലിറ്റി സെയിം മാറ്റണമെന്നുണ്ടെങ്കിൽ 4π²/gm കൊണ്ട് ഗുണിച്ചാൽ മതി. അന്നേരം ഇക്വേഷൻ കിട്ടി. ഫൈനൽ ഇക്വേഷൻ t² ഈസ് പ്രൊപ്പോർഷണൽ ടു r³. കെപ്ലറിന്റെ ഒരു കാര്യം നല്ല ചോദിക്കി. പ്രൂഫ് വരെ പുള്ളി സെറ്റാക്കി. അന്നേരം കെപ്ലറിന്റെ 3 ലോസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കെപ്ലറിന്റെ 2 ലോക്കേ ഉള്ളൂ പ്രൂഫ്. 2 ലോയുടെ പ്രൂഫ് നല്ല അടിപൊളിയായിട്ട് പഠിച്ചു. ക്ലിയർ ആയില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എനിക്ക് ചെറിയൊരു വരിക്ക് പോലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യണം. എനിക്ക് പറ്റാവുന്നത്രയും ഞാൻ അതിന് തിരിച്ച് റിപ്ലൈ ചെയ്യും. ഓക്കെ, ക്ലിയർ? ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്റർ വരുന്നു. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിനകത്തെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കാട്ടാമെന്ന് ചെല്ലാം. ഓക്കെ, വാ. ഇപ്പൊ ഗ്രാവിറ്റേഷന്റെ തിയറി പാർട്ട് നമ്മൾ ഫുൾ കംപ്ലീറ്റ് ചെയ്തു. ഇനിയും നമുക്ക് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരുപാട് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ ഗ്രാവിറ്റേഷൻ ഒരുപാട് കണ്ടിട്ടില്ല. ഉള്ളതെല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അന്നേരം പലരും ചോദിച്ചു ഓൾട്ടിറ്റ്യൂഡിന്റെയും ഡെപ്തിന്റെയും സാറേ ഗ്രാഫ് ഞാൻ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യനകത്ത് എടുത്തത്. ഇത് കഴിഞ്ഞ ശേഷം ഞാൻ അത് പറയാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്നേരം നമുക്ക് ഇപ്പൊ എഴുതിയേക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കമാൺ എവരിബഡി നോക്കാം.
when we throw a stone into air, ഒരു കല്ലെടുത്ത് മുകളിലോട്ട് എറിഞ്ഞു, it comes back to earth, തിരിച്ചു ഭൂമിയിലോട്ട് വന്നു. But when we increase the speed at the stone, it may escape from the gravitational attraction of the earth. പറയുമ്പോഴേ നമ്മൾ ഉത്തരത്തിൽ വരും. വാട്ട് ഈസ് എസ്കേപ്പ് വെലോസിറ്റി ഓഫ് ദി സ്റ്റോൺ? ചോദ്യത്തിനനുസരിച്ച് ഉത്തരം എഴുതാം. നമ്മൾ ആവേശം കാണിക്കരുത്. വാട്ട് ഈസ് എസ്കേപ്പ് വെലോസിറ്റി ഓഫ് ദി സ്റ്റോൺ? സ്റ്റോണിന്റെ എസ്കേപ്പ് വെലോസിറ്റി. എസ്കേപ്പ് വെലോസിറ്റി ഓഫ് ദി എർത്ത് എന്ന് പറയുന്നത് മറക്കരുത്. ആൻസർ ഞാൻ അങ്ങനെ നോട്ട് ചെയ്യണം. നോട്ടിനകത്ത് കൃത്യമായിട്ടുണ്ട്. 11 km/s. 11 വാട്ട് ഈസ് എസ്കേപ്പ് വെലോസിറ്റി എന്നാണ്. അതായത് അതിന്റെ ഡെറിവേഷൻ എഴുതണ്ട, അതിന്റെ വാല്യൂ മാത്രം എഴുതിയാൽ 11.2 km/s. ക്ലിയർ? അതിന് 1 മാർക്ക് ആണ്. ഒബ്റ്റെയിൻ ആൻ എക്സ്പ്രഷൻ. ഏത് എക്സ്പ്രഷൻ? ഇറ്റ് മേ എസ്കേപ്പ് ഫ്രം ദി ഗ്രാവിറ്റേഷണൽ. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ്. ദി മിനിമം വെലോസിറ്റി വിത്ത് വിച്ച് എ ബോഡി മസ്റ്റ് ബി പ്രൊജക്റ്റഡ് സോ ദാറ്റ് ഇറ്റ് മേ എസ്കേപ്പ് ഫ്രം ദി ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓഫ് ദി എർത്ത്. ഇറ്റ് ഈസ് കോൾഡ് എസ്കേപ്പ് വെലോസിറ്റി. അതിന്റെ എക്സ്പ്രഷൻ 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിന് വരെ ചോദിക്കാം. 2 കൂടെ 4 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക്. ഈസിയാണ്, ഈസിയാണ്. അടുത്തത് ഫോർ എ പാർട്ടിക്കിൾ ടു, രണ്ടും ഒരേ ടൈപ്പ് തന്നെയാണ്, പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട്. ഫോർ എ പാർട്ടിക്കിൾ ടു ലീവ് ഫ്രം എർത്ത് ഫീൽഡ് ഇറ്റ് ഷുഡ് ബി പ്രൊജക്റ്റഡ് വിത്ത് എ മിനിമം വെലോസിറ്റി. എർത്തിന്റെ ഫീൽഡിൽ നിന്ന് രക്ഷപ്പെട്ട് പോകണം നമ്മൾ എടുക്കുന്ന മിനിമം വെലോസിറ്റി പറയുന്ന പേര് നെയിം ദി വെലോസിറ്റി. എന്താ വെലോസിറ്റിയാ? എസ്കേപ്പ് വെലോസിറ്റി. എസ്കേപ്പ് വെലോസിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ നല്ല രസമുള്ള ക്വസ്റ്റ്യൻ ആണ്. ആദ്യമൊക്കെ ഹയർ സെക്കൻഡറി ചോദിക്കുമ്പോൾ നല്ല രസമായിട്ടൊക്കെ പിള്ളേർ ഉത്തരവൊക്കെ എഴുതുമായിരുന്നു കുട്ടികളൊക്കെ. ഇത് മാത്രമായിട്ട് വെച്ചിട്ടുണ്ട്. ആൻ എലിഫന്റ് ആൻഡ് ആൻ ആന്റ് ടു ബി പ്രൊജക്റ്റഡ് ഫ്രം എർത്ത് ടു സ്പേസ്, വെദർ ദി വെലോസിറ്റി ഈസ് സെയിം ഓർ ഡിഫറെന്റ്. ഒരു ആനയും ഉറുമ്പിനെയും എർത്തിൽ നിന്ന് സ്പേസിലോട്ട് പ്രൊജക്ട് ചെയ്യും. വെദർ ദി വെലോസിറ്റി ഈസ് സെയിം ഓർ ഡിഫറെന്റ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, നടക്കത്തില്ല. അങ്ങനെയൊക്കെ ഉത്തരം എഴുതാൻ പറ്റുമോ? പറ്റത്തില്ല. ചോദ്യത്തിനനുസരിച്ച് വളരെ ബുദ്ധിപരമായിട്ട് എഴുതാം. ചിലപ്പോൾ എഴുതിയത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, പറ്റത്തില്ല, അത് നടക്കുന്ന കാര്യമല്ല. എലിഫന്റിനെയും ആനനെയും പ്രൊജക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ആനയ്ക്ക് എന്തും വെയിറ്റ് ആണ്. ഇങ്ങനെയൊക്കെ എഴുതി വെക്കും. അതൊന്നും അല്ല നമുക്ക് വേണ്ടത്. നമ്മുടെ ഉത്തരം എങ്ങനെയാണ് വരേണ്ടത്? ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. V is equal to നമ്മുടെ എസ്കേപ്പ് വെലോസിറ്റി ഇക്വേഷൻ √2g ക്യാപിറ്റൽ M by ക്യാപിറ്റൽ R അല്ലേ? ഇവിടെ M എന്ന് പറയുന്നത് എപ്പോഴും ഓർത്തോണം മാസ് ഓഫ് ദി എർത്ത് ആണ്. ക്യാപിറ്റൽ M. ക്യാപിറ്റൽ R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദി എർത്ത് ആണ്. ക്യാപിറ്റൽ M മാസ് ഓഫ് ദി എർത്തും റേഡിയസ് ഓഫ് ദി എർത്തും. എലിഫന്റിന്റെ ആൻഡിന്റെ ഒക്കെ മാസ് എന്ന് പറയുന്നത് സ്മോൾ m ആണ്. നമ്മുടെയൊക്കെ മാസ് എടുക്കുന്ന പ്ലാനറ്റിന്റെ സാറ്റലൈറ്റിന്റെ നമ്മുടെയും ആനയുടെയും ഉറുമ്പിന്റെ ഒക്കെ മാസ് സ്മോൾ m ആണ്. സ്മോൾ m. ഈ ഇക്വേഷനകത്ത് സ്മോൾ m ഉണ്ടോ? ഇല്ല, ക്യാപിറ്റൽ M മാത്രമേ ഉള്ളൂ. അതായത് നമുക്ക് ഇങ്ങനെ പറയാമല്ലോ, എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് ഓഫ് എലിഫന്റ് ആൻഡ് അല്ലെങ്കിൽ മാസ് ഓഫ് ദി ബോഡി. മാസ് ഓഫ് ദി ബോഡിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ക്യാപിറ്റൽ എമ്മിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നു. അന്നേരം സ്വാഭാവികമായിട്ടും ബോത്ത് ആർ ടു ബി പ്രൊജക്റ്റഡ് വിത്ത് സെയിം വെലോസിറ്റി. ബോത്ത് ആർ ടു ബി പ്രൊജക്റ്റഡ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ? എലിഫന്റും ആൻഡും, ആനയും ഉറുമ്പും പ്രൊജക്ട് ചെയ്യുന്നത് സെയിം വെലോസിറ്റി ആണ്. ബിക്കോസ് വെലോസിറ്റി എസ്കേപ്പ് വെലോസിറ്റി നമ്മൾ എഴുതണം. എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ്. ഇക്വേഷൻ ഒന്ന് എഴുതിക്കണം. V is equal to √2gm by r, where escape velocity is independent of mass, therefore both are to be projected with the same velocity. അടിപൊളി. 2 ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിച്ചതാണ്. ഈ ക്വസ്റ്റ്യൻ 1 മാർക്കാണ്. ഈ ക്വസ്റ്റ്യൻ 2 മാർക്ക് വരെ ചോദിച്ചിട്ടുണ്ട്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 1 മാർക്കിന് ചോദിക്കാം. എന്നാലും ഒന്നും കളയണ്ട. അടുത്ത വളരെ വളരെ ഇമ്പോർട്ടന്റ് ഗ്രാഫ്, ഡെപ്തിന്റെ ഓൾട്ടിറ്റ്യൂഡിന്റെ ഒക്കെ നമ്മൾ ഡെറിവേഷൻ പഠിച്ചു. പക്ഷേ 2ന്റെ കൂടെ ചേർത്തൊരു ഗ്രാഫ് പഠിക്കണ്ടേ? വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. അത് നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ഗ്രാഫ് 3 മാർക്കിനും 2 മാർക്കിനും ഒരുപാട് വർഷം ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിച്ചേക്കുന്ന ഗ്രാവിറ്റേഷൻ ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. വെരി 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 ഇമ്പോർട്ടന്റ്. ഓക്കെ, ഡ്രോ ഗ്രാഫ് showing the variation of acceleration due to gravity with height above the earth surface with depth below the earth surface. ഇനി നോക്കുമ്പോൾ നമ്മൾ ഗ്രാഫിനെ കുറിച്ച് അറിയാം, ഡെറിവേഷൻ എഴുതി വെക്കും. എന്തെങ്കിലും എഴുതാൻ വേണ്ടിയല്ല ക്വസ്റ്റ്യൻ ഇട്ടേക്കുന്നത്. ആൻസർ ടു ദി ക്വസ്റ്റ്യൻ, ആൻസർ ടു ദി ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ അനുസരിച്ച് കൃത്യമായിട്ട് ഉത്തരം എഴുതണം. നന്നായിട്ട് വായിച്ചു നോക്കണം. ഡ്രോ ഗ്രാഫാണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഹൈറ്റും ഡെപ്തും വെച്ച് ഗ്രാഫ് വരയ്ക്കും. അതാണ് ഇത്രയേ ഉള്ളൂ ഗ്രാഫ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇവിടെ ഒരു R ഉണ്ട്, റേഡിയസ് ഇവിടെ ഒരു -r ഉണ്ട്. ഡെപ്ത് എന്ന് പറയുമ്പോൾ ആ ഒരു രീതിയിലുള്ളൊരു -r, സ്മോൾ r. ഇത്രയും ഗ്രാഫ് ഒന്ന് പഠിച്ചാൽ മതി.
എ ബി എ സി നടുക്ക് നിങ്ങൾക്ക് ഒരു ഗ്രാഫിന്റെ നടുക്ക് 0 എന്ന് പറയാം, O എന്ന് എടുക്കാം. എന്നിട്ട് നിങ്ങൾ ഈ ഗ്രാഫിൽ നിന്ന് ഇങ്ങനെ ഒരു ഗ്രാഫിന്റെ ഷേപ്പ് വരച്ചിട്ട് നിങ്ങൾ ഒരു സെന്റൻസ് മേക്കിംഗ് കൂടെ എഴുതണം. ആ സെന്റൻസ് മേക്കിംഗ് ഞാൻ പറഞ്ഞുതരാം. ദി ഗ്രാഫ്, ദി വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഹൈറ്റ്, ഇത് ഹൈറ്റിന്റെ ആണ്. ഹൈറ്റ് ഈസ് എ പരാബോളിക് കർവ്. ഹൈറ്റ് ഈസ് എ പരാബോളിക് കർവ് ബ്രാക്കറ്റിൽ എ ബി. സെന്റൻസ് മേക്കിംഗ് കൂടെ വേണം, വളരെ ഇമ്പോർട്ടൻറ്റ്. വാല്യൂഷൻ അത് സ്ട്രിക്റ്റ് ആണ്. The variation of acceleration due to gravity with height is a parabolic curve bracket AB. ഇനി the acceleration due to gravity with depth is a straight line bracket AC. ഇത്ര എഴുതിയാൽ 3 മാർക്ക് കിട്ടും. ഇത് വൃത്തിയായിട്ട് ഗ്രാഫ് നല്ല വൃത്തിയായിട്ട് അങ്ങ് വരച്ച് പഠിക്കണം, അടിപൊളിയായിട്ട് പഠിക്കാം. എത്ര മാർക്ക് കിട്ടും? 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക്. ഇതിലൊന്നും വലിയ സംഭവങ്ങളൊന്നും ഇല്ല, സിമ്പിളായിട്ട് പഠിക്കാവുന്നതാണ്. വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഹൈറ്റും ഡെപ്തിന്റെ നിങ്ങൾ ഡെറിവേഷൻ ഒക്കെ പഠിക്കുമ്പം അതിന്റെ കൂട്ടത്തിൽ ഇവനോട് പഠിച്ചു പോകണം. വിട്ടുകളയണ്ട, സ്ട്രിക്റ്റ് ആയിട്ട് നോക്കൂ. വളരെ 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 ഇമ്പോർട്ടൻ്റ്, ഒരുപാട് വർഷം ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇനി അടുത്തതിലോട്ട് ഓക്കെ. പറഞ്ഞല്ലേ മക്കളെ, പറഞ്ഞല്ലേ. അടുത്തതിലോട്ട് ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ. when dropped from the same height, ഒരേ ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യാനൊരു സ്റ്റോൺ ആകാം. A body reaches the ground faster at the poles than at the equator. Why? വളരെ സിമ്പിൾ, 1 മാർക്ക് ക്വസ്റ്റ്യൻ. ആൻസർ ഈസ് വെരി 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 സിമ്പിൾ. ആദ്യം പോൾസിലാണ്, പിന്നെ ഇക്വേറ്ററാണ് വരാനുള്ള കാരണം. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് മാക്സിമം അറ്റ് ദി പോൾസ്. ആൻസർ ഇതാണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എവിടെയാണ് കൂടുതൽ? മാക്സിമം അറ്റ് ദി പോൾസ് ആൻഡ് മിനിമം അറ്റ് ദി ഇക്വേറ്റർ. അത് മാത്രം എഴുതിയാൽ മതി. 1 മാർക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടി. അടുത്ത ക്വസ്റ്റ്യനും വളരെ 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 ഇമ്പോർട്ടൻറ്റ്, കാരണം ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. What is the time period of a simple pendulum in an artificial satellite? Time period of a simple pendulum equation നമ്മൾ പല ആവർത്തി പഠിച്ചതാണ്. T is equal to 2 pi into root of L by G. എന്നിട്ട് നിങ്ങൾ താഴോട്ട് എഴുതണം, in an artificial satellite acceleration due to gravity ഇല്ല. artificial satellite എന്തില്ല? acceleration due to gravity G എന്ന് പറയുന്നത് 0 ആണ്. പക്ഷെ പലരും ഇതൊന്ന് തെറ്റിക്കും. T is equal to 0 എന്ന് എഴുതും. അങ്ങനെ എഴുതരുത്. ഇനി ശ്രദ്ധിച്ച്, T is equal to ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ, 2 pi into root of L by 0. root of L by 0 എന്ന് പറഞ്ഞാൽ 2 pi into root of L by 0 എന്ന് പറഞ്ഞാൽ 0 ആണോ? അല്ല. T is equal to എന്താണ്? ഇതിനെ വായിക്കുന്നത് എന്താണ്? ഇൻഫിനിറ്റി ആണ്. ഒരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിലെ ടൈം പീരീഡ് 2 മാർക്കിന് ചോദിക്കും. T is equal to 0 എന്ന് എഴുതുന്നവർ ഒരുപാട് പേരാണ്. 50% T is equal to 0 എന്ന് എഴുതും. T is equal to ഇൻഫിനിറ്റി. എങ്ങനെ മനസ്സിലായി? T is equal to 2 pi into root of L by G. In an artificial satellite, G is equal to 0. Therefore, T is equal to 2 pi into root of L by 0. L by 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി. Therefore, T is equal to infinity. Clear? നേരം ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യും. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ബാക്കി കുറേ ക്വസ്റ്റ്യൻ ഇതിനകത്തുണ്ട്. ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ അതിനകത്തുണ്ട്. മൂൺ ഹാസ് നോ അറ്റ്മോസ്ഫിയർ. വൈ? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ വീണ്ടും റിവൈസ് ചെയ്യുമ്പോൾ വീണ്ടും ചെയ്യാം. എർത്ത് ഹാസ് അറ്റ്മോസ്ഫിയർ. വൈ? അതൊക്കെ ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം, അതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം റിപ്പീറ്റഡ് ആണ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നോട്ട്സ് എല്ലാം നോക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് പഠിക്കുക. Earth is continuously pulling the moon towards its center. Why does not it fall on the earth? ഞാൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പല ആവർത്തിയിൽ പറഞ്ഞാണ്. മൂണും സണ്ണും സ്റ്റാറും ഒന്നും താഴെ ഇന്നും പറഞ്ഞു ഒന്നും നമ്മുടെ ഭൂമിയിലോട്ട് വീഴുന്നില്ല. ബിക്കോസ് there are 2 forces which balances. ഏതൊക്കെ ഫോഴ്സ് ആണ് ബാലൻസ് ചെയ്യുന്നത്? പെട്ടെന്ന് പറഞ്ഞേ. ഒന്ന് സെൻട്രിപിറ്റൽ ഫോഴ്സും 2 ഗ്രാവിറ്റേഷൻ ഫോഴ്സും. ഈ 2 എണ്ണം ബാലൻസ് ചെയ്യുന്നതുകൊണ്ടാണ് മൂണായാലും സണ്ണായാലും ഏത് വെച്ചാലും does not fall on the earth, because it provides ഏതൊക്കെ ഫോഴ്സ്? സെൻട്രിപിറ്റൽ ഫോഴ്സ് ആൻഡ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. 2 മാർക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും. ഒന്നുകൂടെ, ഏതൊക്കെ ഫോഴ്സ് ആണ്? സെൻട്രിപിറ്റൽ ഫോഴ്സ് ആൻഡ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. ഇത് ബാലൻസ് ചെയ്യുന്നതുകൊണ്ട് ഭൂമിയിലോട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വീഴത്തില്ല. ഓക്കെ, അന്നേരം ഗ്രാവിറ്റേഷൻ അടിച്ച് പൊളിച്ച് 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 പഠിച്ചു. ഇനിയും നിങ്ങൾ നന്നായിട്ട് എഴുതി നല്ല വൃത്തിയായിട്ട് പഠിക്കുക. ഉഴപ്പാൻ പാടില്ല. ഓരോ ദിവസവും നിങ്ങൾക്ക് നല്ല നല്ല എനർജി ലെവലിൽ നിങ്ങൾ പഠിക്കണം. പഠിച്ച് കണ്ട് 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 പഠിച്ച് പഠിച്ച് വരണം വൃത്തിയായിട്ട്. ഇനി നമുക്ക് 3 ചാപ്റ്ററൂടെ അവശേഷിക്കുന്നുള്ളൂ. അടുത്ത ദിവസം ഞാൻ 10ാമത്തെ യൂണിറ്റ് ഏതാന്ന് പറയുന്നതിൽ സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ. 10ാമത്തെ യൂണിറ്റ്
11, 12. 12 ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ചെറിയ 3 ചാപ്റ്ററോട് ചേർത്ത് ഞാൻ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് ഉണ്ട്, ഇനി വർക്ക് എനർജി പവർ ഉണ്ട്, ഇനി മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് ഉണ്ട്. ആരും മോശക്കാരല്ല. ഇതെല്ലാം നമുക്ക് പഠിക്കണം. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യണം. കുറേ ക്വസ്റ്റ്യൻ പേപ്പറോട് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് പരീക്ഷയ്ക്ക് അങ്ങോട്ട് പോകുമ്പം അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. നന്നായിട്ട് പഠിക്കുക. +2 വളരെ ശ്രദ്ധിച്ച് പഠിക്കുക. +1 സമയം കണ്ടെത്തി കൂടുതൽ സമയം പഠിക്കുക. ഈസി ആയിട്ട് പഠിക്കുക, നല്ലപോലെ പഠിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഗിരീഷ് അമ്മയെ മെസ്സേജ് ഇട്ടാലും ഐ വിൽ റിപ്ലൈ. മാക്സിമം റിപ്ലൈ കേട്ടോ. ഓക്കെ, അന്നേരം ലൈവായിട്ട് നിൽക്കുക കേട്ടോ. അന്നേരം ഞാൻ പറഞ്ഞ ലൈവും സർപ്രൈസുകളൊന്നും വിട്ടുപോകരുത്. ലൈവ് പറഞ്ഞ നിങ്ങൾ എല്ലാം പാലിച്ചിരിക്കണം. നിങ്ങൾ മാർക്ക് കിട്ടി കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര് ഞാൻ എടുത്തു പറഞ്ഞായിരിക്കും ലൈവ് പറഞ്ഞ് ഇന്ന മാർക്ക് ഇത്ര പേർക്ക് ഇത്ര മാർക്ക് കിട്ടി കേരളത്തിലെ കുട്ടികളുടെ പേര് സ്ഥലം ഉൾപ്പെടെ തരാം. അതൊക്കെ ക്രൈറ്റീരിയ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. +2 അഡ്മിഷൻ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിളിക്കാം. ഒക്ടോബർ 31 വരെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാം. സമയം നീട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. റെഗുലറായിട്ട് 1 വർഷത്തെ ടോപ്പിക്ക് 2.5 മാസം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റുന്നെങ്കിൽ 8-9 മാസം എടുത്ത് നല്ല അടിപൊളിയായിട്ട് പഠിച്ച് റിവൈസ് ഒക്കെ ചെയ്ത് ഡിസ്കഷനൊക്കെ ചെയ്ത് ടെസ്റ്റ് പേപ്പറൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് തീർക്കാം. ഓക്കെ, ബൈ, സി യു. ഒരുപാട് കാട് തീർന്നില്ല. ബൈ, സി യു, ബൈ.